സോ ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനു പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ്, ലൈക്ക് സാംസങ് ഗാലക്സി S21 FE നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോണത് സാംസങ് ഗാലക്സി S23. വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് സാംസങ് ഗാലക്സി S23 FE ആൻഡ് സാംസങ് ഗാലക്സി S24. സാംസങ് ഗാലക്സി S24 നല്ല പ്രൈസ് കട്ട് കിട്ടും ഈ ദിവാലി സെയിലിൽ, പക്ഷേ അതിൽ എക്സിനോസ് പ്രൊസസ്സർ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S21 FE വേഴ്സസ് സാംസങ് ഗാലക്സി S23. ഇപ്പോൾ ഞാൻ സൈഡ് ബൈ സൈഡ് കാണിക്കുന്നില്ല സാംസങ് ഗാലക്സി S21 FE. ഇപ്പം എൻ്റെ അടുത്ത് സാംസങ് ഗാലക്സി S23 ആണുള്ളത്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫോണ് സാംസങ് ഗാലക്സി S21 FE ആണ്, അതുകൊണ്ടാണ് ഞാൻ സൈഡ് ബൈ സൈഡ് കാണിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഷാർപ്നെസ്സും കുറച്ചും കൂടി വൈബ്രൻറ്റും എനിക്ക് സാംസങ് ഗാലക്സി S23 ഡിസ്പ്ലേ ആണ് തോന്നിച്ചിരിക്കുന്നത്. അതേമാതിരി നമുക്ക് റീഫ്രഷ് റേറ്റിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫോണിൽ നമുക്ക് 120 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിൽ അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഇവിടെ 24 Hz നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ബാറ്ററി നന്നായിട്ട് സേവ് ആവും. അതേ സമയത്ത് നിങ്ങൾ S21 FEയിൽ നിങ്ങൾ 120 Hz വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും അത് 120 Hz തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവും. ഓക്കെ, വേറെ ഒരു അപ്ഗ്രേഡ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് S21 FEയിൽ. അതേമാതിരി നമുക്ക് S23യിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്, വിച്ച് ഈസ് എൻ അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ്. ഇപ്പോൾ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിലും ഇവിടെ നമുക്ക് 1750 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ വെച്ചാലും ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയും നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കുറവ് തോന്നുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ പോയിട്ട് ഈ അഡോപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓഫ് ആക്കുക. ഓൺ ആണെങ്കിൽ ഓപ്ഷൻ കാണില്ല, ഈ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ബ്രൈറ്റ്നസിൻ്റെ ഒരു ഓപ്ഷൻ കാണും, അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് സ്ക്രീന് ബ്രൈറ്റൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേ സാംസങ് ഗാലക്സി S23 നല്ലൊരു അപ്ഗ്രേഡാണ് കമ്പയർഡ് ടു സാംസങ് ഗാലക്സി S21 FE. ഓക്കെ, അടുത്ത് നമുക്ക് സ്പീക്കർ ക്വാളിറ്റി. രണ്ട് ഫോണിലും നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്, പക്ഷേ സാംസങ് ഗാലക്സി S23 സ്പീക്കറിൽ കുറച്ചും കൂടി ഡെപ്ത് ഉണ്ട്, കുറച്ചുകൂടി സൗണ്ട് കുറച്ചുകൂടി റിച്ചറാണ്. അതുകൊണ്ട് പാട്ട് കേൾക്കാനും മൂവീസോ കാണാനും ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറിൽ കുറച്ചും കൂടി രസമുണ്ട് കമ്പയർഡ് ടു സാംസങ് ഗാലക്സി S21 FE. ഇപ്പോൾ അടുത്തത് നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ സ്ട്രേറ്റ് അവേ ആൻസറാണ് S23 ആണ് വിന്നർ. ബിക്കോസ് ഇവിടെ ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഏരിയയിൽ 5G നെറ്റ്വർക്ക് കുറച്ച് കുറവാണ്, എന്നാലും വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാലും എനിക്ക് 5G നെറ്റ്വർക്ക് സുഖമായിട്ട് എനിക്ക് S23യിൽ കിട്ടുന്നുണ്ട്. അതേ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് S21 FEയിൽ 5G നെറ്റ്വർക്ക് തീരെ കിട്ടാറില്ല. ലൈക്ക് 4G പ്ലസ് കിട്ടാറുണ്ട്, പക്ഷേ 5G നെറ്റ്വർക്കിൽ ഒരിക്കലും സ്വിച്ച് ആവാറില്ല. അപ്പോൾ ഇൻ ടേംസ് ഓഫ് അതേ സമയത്ത് വേറൊരു കാര്യം കൂടി പറയാണ്ട്, ഇപ്പോൾ പുറത്ത് നിന്നാലും എനിക്ക് 5G സ്പീഡ് കുറച്ചുകൂടി അധികം കിട്ടുന്നത് സാംസങ് ഗാലക്സി S23യിലാണ് കമ്പയർഡ് ടു സാംസങ് ഗാലക്സി S21 FE. ഇനിയിപ്പോൾ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് എനിക്ക് പറയാനൊന്നുമില്ല, ബിക്കോസ് നിങ്ങളൊരു ടെക്കൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം സാംസങ് ഗാലക്സി S21 FEയിൽ നമുക്ക് 888 കിട്ടുന്നുണ്ട്, സ്നാപ്ഡ്രാഗണിൻ്റെ അതേമാതിരി എക്സിനോസിൻ്റെ 2100 പ്രൊസസ്സറും കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ക്വൈറ്റ് പവർഫുൾ പ്രൊസസ്സേഴ്സ്. ഒരു സമയത്ത് ഇത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയിരുന്നു, പക്ഷേ ഈ സമയത്ത് ഇൻ 2024 ഇതിൻ്റെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്. അതേമാതിരി ഈ പ്രൊസസ്സേഴ്സ് ഭയങ്കര പവർ ഹംഗ്രി ആയ ഒരു പ്രൊസസ്സേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡേ ടു ഡേ യൂസേജൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ വാം ഫീൽ ആവും. ലൈക്ക് നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് വാമൊക്കെ ഫീൽ ആവും. അതേമാതിരി കുറച്ചുകൂടി ഹെവി ടാസ്ക് ലൈക്ക് വീഡിയോ റെക്കോർഡിങ്ങും അതേമാതിരി ഗെയിമിങ്ങും അതേമാതിരി വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ ഫോൺ നന്നായിട്ട് ചൂടാവും. അപ്പോൾ ചൂടാവുമ്പോൾ എന്താ ഉണ്ടാവുക, നന്നായിട്ട് ലാഗ് ചെയ്യാനും തുടങ്ങും. ഓക്കെ, അതേ സമയത്ത് ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും. ഓക്കെ, ആ പ്രശ്നമൊക്കെ ഉണ്ട് സാംസങ് ഗാലക്സി S21 FEയിൽ. അതേ സമയത്ത് നമ്മുടെ S23യിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രൊസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് വെരി പവർഫുൾ ആസ് വെൽ ആസ് വെരി എഫിഷ്യൻറ്റ്. അപ്പോൾ നിങ്ങൾ ഡേ ടു ഡേ ടാസ്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാം ഒന്നും ഫീൽ ആവില്ല, നല്ല തണുത്തിട്ട് തന്നെയാണ് ഫോൺ ഇരിക്കുന്നത്. അതേമാതിരി കുറച്ചും കൂടി പുഷ് ചെയ്യാന്ന് വെച്ചാൽ ലൈക്ക് വീഡിയോ എഡിറ്റിംഗ്. പിന്നെ ഞാൻ ഇതിൽ 30 മിനിറ്റ്സ് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ട് വാം ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. പിന്നെ ബാറ്ററി അത്ര പെട്ടെന്ന് ഡ്രെയിൻ ആവണില്ല അതിൽ. അതുകൊണ്ട് സ്നാപ്ഡ്രാഗൺ 8 Gen 2
നല്ല പവർഫുള്ളും ആണ്, അറ്റ് ദ സെയിം ടൈം വെരി എഫിഷ്യൻറ്റും ആണ്. ഇപ്പോൾ റാമിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ റാം എനിക്ക് രണ്ട് ഫോണിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. രണ്ടിലും 8 GB റാമാണ് കിട്ടുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ LPDDR4X റാമാണ് കിട്ടുന്നത് S21FEയിൽ. S23യിൽ നമുക്ക് LPDDR5X റാമാണ് കിട്ടുന്നത്. ഇപ്പോൾ വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ LPDDR5X കുറച്ചും കൂടി എഫിഷ്യൻ്റാണ് കമ്പയർ ടു LPDDR4X. ഓക്കെ, അപ്പോൾ ആ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കുറേ ആപ്ലിക്കേഷൻസൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ അത് രണ്ട് ഫോണും മെമ്മറിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് റാം മാനേജ്മെൻറ്റ് രണ്ട് ഫോണിലും ഒരു കംപ്ലൈൻറ്റും ഇല്ല. സ്റ്റോറേജിനെ പറ്റി പറയുമ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ S21FE ഇവിടെ എടുത്തിട്ടുണ്ട്. S23ലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ S21FEയിലും S23യിലും നമുക്ക് ബേസ് വേരിയൻറ്റിൽ 128 GB ആണ് കിട്ടുന്നത് വിത്ത് UFS 3.21 സ്റ്റോറേജ്. പക്ഷേ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, നിങ്ങളോടൊരു ഡൗട്ട് ചോദിക്കാനാണ് എനിക്ക്. ഇപ്പോൾ ഞാൻ AnTuTu ബെഞ്ച് മാർക്കിൽ ഇവിടെ സ്റ്റോറേജ് ടെസ്റ്റ് നടത്തി നോക്കി. ഇവിടെ സ്റ്റോറേജ് ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ എനിക്ക് ഈ സ്കോറാണ് വരുന്നത്. അതേ സമയത്ത് എൻ്റെ അടുത്ത് റിയൽമിയുടെ X7 Max ഉണ്ട്, വിച്ച് ഈസ് 3 year old ഫോൺ. ഇതിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് ടെസ്റ്റ് ഞാൻ നടത്തി നോക്കി, അതിലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആൻഡ്രോയിഡ് ഇതാവട്ടെ. സ്റ്റോറേജ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ സ്കോറിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ S21FEയുടെ 3.1 സ്റ്റോറേജ് അത്രയും ഫാസ്റ്റർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ റീഡ് സ്പീഡ് കണ്ടില്ലേ 1583 ആണ് കാണിക്കുന്നത്. അതേസമയത്ത് ഇവിടെ റിയൽമിയിൽ 1833 ആണ് കാണിക്കുന്നത്. അതേസമയത്ത് റൈറ്റ് സ്പീഡ് 679 MB ആണ് കാണിക്കുന്നത്. ഇവിടെ റൈറ്റ് സ്പീഡ് 1055 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ S21FEയിലും ഇങ്ങനെ ഒന്ന് സ്റ്റോറേജ് ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കോർ തന്നെയാണോ വരുന്നത് താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ഒരു വ്യത്യാസം നോക്കുകയെന്ന് വെച്ചാൽ S23യിൽ 256 GB സ്റ്റോറേജ് വേരിയൻറ്റ് മേടിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് UFS 4 ആണ് കിട്ടുന്നത്. അപ്പോൾ UFS 4ഉം UFS 3.1 സ്റ്റോറേജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ ആപ്പ് ഓപ്പണിംഗ് സ്പീഡ് ആയിക്കോട്ടെ, അതേമാതിരി ഓവറോൾ പെർഫോമൻസിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ S23 മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 128 GB സ്കിപ്പ് ചെയ്തിട്ട് 256 GB മേടിക്കാൻ നോക്കുക. നിങ്ങളൊരു ലോങ് ടേമിന് വേണ്ടിയിട്ടാണ് S23 യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ UFS 4.0 ലൈക്ക് 256 GB സ്റ്റോറേജ് വേരിയൻറ്റിൻ്റെ കൂടെ പോവുക. കുറച്ച് കാശ് അധികം എന്നാലും വർത്താണ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി നോക്കാം. ഇപ്പോൾ S21FEയിൽ നമുക്ക് 4500 mAhൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. അതേ സമയത്ത് S23യിൽ നമുക്ക് 3900 mAhൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾ വിചാരിക്കും S21FEയിലാണ് കുറച്ചുകൂടി നല്ല ബാറ്ററി ലൈഫ് കിട്ടുകയാണ്. പക്ഷേ അവിടെയാണ് തെറ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ യൂസേജ് പറഞ്ഞുതരാം. എൻ്റെ യൂസേജ് സെയിം യൂസേജിൽ എനിക്ക് S21FEയിൽ ഇപ്പോൾ 1UI 6.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബാറ്ററി ലൈഫ്. അതിൻ്റെ മുമ്പൊക്കെ എനിക്ക് 3 to 3.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എൻ്റെ യൂസേജിൽ. ഇപ്പോൾ 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് ഈസിലി കിട്ടുന്നുണ്ട് S21FEയിൽ ഈ 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം. പക്ഷേ അതേ സമയത്ത് എൻ്റെ S23യിൽ എനിക്ക് 7 hours വരയ്ക്കും സ്ട്രെച്ച് ചെയ്യാൻ പറ്റും ഈ ഫോണിൻ്റെ ബാറ്ററി. ലൈക്ക് 7 o'clock ഞാൻ ചാർജ് ചെയ്യാന്ന് വെച്ചാൽ രാത്രി ഒരു 10 മണിക്ക് കിടക്കാൻ പോകുമ്പോൾ എനിക്കൊരു 20 to 25% ബാക്കി ഉണ്ടാവും അതിൽ. എന്നിട്ടും എനിക്ക് 7 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ യൂസേജിൽ. അപ്പോൾ ഇൻ ബാറ്ററി ലൈഫും സാംസങ് ഗാലക്സി S23 ആണ് വിന്നർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്രയും വലിയ ബാറ്ററി ഉണ്ടായിട്ട് എങ്ങനെയാണ് S21FE എത്ര കുറച്ച് ബാറ്ററി കിട്ടുന്നതാണ്. ബിക്കോസ് ഓഫ് ദ പ്രോസസ്സർ ആൻഡ് ദ ഓപ്റ്റിമൈസേഷൻ. എൻ്റെ സാംസങ് ഗാലക്സി S21FEൻ്റെ പ്രോസസ്സർ ഭയങ്കര ബാറ്ററി ഹംഗ്രി പ്രോസസ്സറാണ്. പിന്നെ അത്ര ഓപ്റ്റിമൈസ്ഡ് ആയ പ്രോസസ്സറല്ല. അതേസമയത്ത് S23യുടെ പ്രോസസ്സർ വിച്ച് ഇസ് 8 Gen 2 അത് നല്ല ഓപ്റ്റിമൈസ്ഡ് ആയ പ്രോസസ്സറാണ്. അതേമാതിരി നല്ല എഫിഷ്യൻ്റായ ഒരു പ്രോസസ്സറാണ്. അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്നത് S23യിൽ. പിന്നെ ചാർജിങ് സ്പീഡ് രണ്ടിലും കണക്ക് തന്നെയാണ്. ഇപ്പം ഞാൻ സാംസങ്ങിൻ്റെ ഒറിജിനൽ 25 watt ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ S21FEയിൽ എനിക്കൊരു 1 hour 40 minutes പിടിക്കുന്നുണ്ട് ഫുൾ ചാർജായി കിട്ടാൻ വേണ്ടിയിട്ട്, ഫ്രം 2% to 100%. അതേ സമയത്ത് എൻ്റെ S23യിൽ ഞാൻ ഇന്നലെ ചാർജ് ചെയ്ത് നോക്കി ഒരു 5% to 100% ആവാൻ വേണ്ടിയിട്ട് 1 hour 15 minutes ആണ് പിടിച്ചത്. അപ്പോൾ ചാർജിങ് സ്പീഡ് രണ്ടിലും കുറവാണ്. അടുത്ത ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ
ക്യാമറ ക്വാളിറ്റി S21 FEയും S23യിലും എത്രത്തോളം വ്യത്യാസമുണ്ട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഭൂമിയും ആകാശം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അത്രത്തോളം വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പോൾ S21 FE ലോഞ്ച് ആയപ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ പഴയ വീഡിയോസിൽ പറയുന്നുണ്ട്, ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും S21 FEയുടെ ക്യാമറ. പക്ഷേ റീസെൻ്റ്ലി അവർ കുറേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുഷ് ചെയ്തിട്ട് അവരുടെ സാംസങ് ഗാലക്സി S21 FEയുടെ ക്യാമറ നന്നായിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത്രയും രസം തോന്നിക്കില്ലേ. ഫോർ എക്സാമ്പിൾ, ഞാൻ S21 FE ടെലിഫോട്ടോ ലെൻസിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. ബിക്കോസ് പോർട്രേറ്റ് ഷോട്ട്സൊക്കെ എടുക്കാൻ ടെലിഫോട്ടോ ലെൻസിന് കുറച്ചുകൂടി നല്ലൊരു DSLR എഫക്റ്റ് കിട്ടും. പക്ഷേ ഇപ്പോൾ ഈ S21 FEയിൽ ഞാൻ ഫോട്ടോസ് എടുക്കുമ്പോൾ അത്ര എനിക്ക് ഇംപ്രസീവായി തോന്നാറില്ല. മുമ്പൊക്കെ നല്ല ഫോട്ടോസായിരുന്നു എടുത്തിരുന്നത്. അതേ സമയത്ത് S23യുടെ ക്യാമറയെ പറ്റി പറയാന്ന് വെച്ചാൽ ഇപ്പോഴും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് S23യിൽ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലും ഈ ഫോൺ മേടിച്ചാലും സാംസങ് കുറേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുഷ് ചെയ്തിട്ട് S21 FEയുടെ മാതിരി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഡൗൺഗ്രേഡ് ചെയ്യുന്നു. പക്ഷേ ഞാൻ അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ്റെ അടുത്ത് S22 ഉണ്ട്. അപ്പോൾ S22ലും കുറേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഫോണിലും ഇപ്പോഴും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറാസാണ് ഉള്ളത്. ബിക്കോസ് ആ ഫോണിൽ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഇംപ്രസീവായി തോന്നി എനിക്ക്. അതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ FE സീരീസിലാണ് സാംസങ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തിട്ട് ഡൗൺഗ്രേഡ് ചെയ്യണത്. പക്ഷേ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ അവർ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തിട്ട് ഡൗൺഗ്രേഡ് ചെയ്യില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നണത്. ബിക്കോസ് ഞാൻ S22 യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അതിലത്തെ ക്യാമറ ക്വാളിറ്റി ഭയങ്കര ഇംപ്രസീവായി തോന്നി എനിക്ക്. അതേമാതിരി എനിക്ക് S23യുടെയും ക്യാമറ നല്ല ഇംപ്രസീവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പോർട്രേറ്റ് ഷോട്ട്സൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ടെലിഫോട്ടോ ലെൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഒരു DSLR എഫക്റ്റാവും നിങ്ങൾക്ക് കിട്ടുന്നത്. അതേമാതിരി വൈഡ് ആംഗിൾ ക്യാമറയും ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി മെയിൻ ക്യാമറയും നല്ല ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ നല്ല ഇംപ്രസീവായ ഫോട്ടോസാണ് വരുന്നത്. അതേ സമയത്ത് S21 FEയിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നോക്കുകയെന്ന് വെച്ചാൽ 32 MP കിട്ടുന്നത്. ഇവിടെ നമുക്ക് 10 MP സംതിങ് ആണ് കിട്ടുന്നത് S23യിൽ. പക്ഷേ നിങ്ങൾ സൈഡ് ബൈ സൈഡ് ഫോട്ടോസ് വെച്ച് നോക്കുമ്പോൾ നല്ല കളേഴ്സും നല്ല ഷാർപ്പും നമുക്ക് S23യിലത്തെ ഫോട്ടോസാണ് കിട്ടുന്നത്. ഇപ്പോൾ എന്ത് മനസ്സിലായി? സാംസങ് S23യിൽ 10 MP S21 FEയിലും 32 MP ക്യാമറ ഉണ്ടെങ്കിലും 10 MP ക്യാമറയാണ് കുറച്ചുകൂടി ഷാർപ്പർ ഇമേജസ് എടുക്കുന്നത്. അതുകൊണ്ട് മെഗാപിക്സൽസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ക്യാമറയിലത്തെ ക്യാമറ സോഫ്റ്റ്വെയർ എത്രത്തോളം ഓപ്റ്റിമൈസ്ഡ് ആണ് അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഓബ്വിയസ്ലി S23യുടെ സെൽഫി ക്യാമറയാണ് കുറച്ചുകൂടി ബെറ്റർ കമ്പയർഡ് ടു S21 FE. അതേസമയത്ത് വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്ന് വെച്ചാലും നമുക്ക് നല്ല സ്റ്റേബിൾ വീഡിയോസ് എടുത്തരും രണ്ട് ഫോണുകളും. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ട് വ്യത്യാസമുണ്ട്. S23യിൽ നമുക്ക് 8K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ആരും ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫോണിൽ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും, 4K വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ 4K വീഡിയോസ് S21 FEയിൽ 888 വേരിയൻ്റ് ആയിക്കോട്ടെ, എക്സിനോസ് വേരിയൻ്റ് ആയിക്കോട്ടെ, ഒരു 15 minutes ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രെയിംസ് നന്നായിട്ട് ചൂടാവും, ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും. S23യിൽ നിങ്ങൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ 15 minutes ആയിക്കോട്ടെ, 30 minutes ആയിക്കോട്ടെ, ഇങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും അങ്ങനെ കാണാൻ കിട്ടില്ല. ഫോൺ വാം ആവും, പക്ഷെ അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അതേമാതിരി അത്രയും പെട്ടെന്ന് ബാറ്ററി ഒന്നും ഡ്രെയിൻ ആവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ചെറിയൊരു വ്യത്യാസമാണ് ഉള്ളത്. ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ S21 FE കൊടുത്തിട്ട് ഒരു പുതിയ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, സാംസങ്ങിൻ്റെ തന്നെ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ S23 FE അവോയ്ഡ് ചെയ്യുക, S24 അവോയ്ഡ് ചെയ്യുക, S24 Plus അവോയ്ഡ് ചെയ്യുക, S23 മേടിക്കുക, അല്ലെങ്കിൽ S23 Plus മേടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബിഗ് ബില്യൺ ഡേയ്സ് സെയിലൊക്കെ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 40,000 കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. വാല്യൂ ഫോർ മണിയാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ, നെറ്റ്വർക്ക് ക്വാളിറ്റി ആയിക്കോട്ടെ, ബാറ്ററി ലൈഫ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ക്വാളിറ്റി ആയിക്കോട്ടെ, സ്പീക്കർ ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് 10/10 മാർക്ക് കൊടുക്കാം ഈ ഫോണിന്. അത്രയും ഇംപ്രസ്ഡ് ആണ് ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യുക ഏതൊക്കെ ഫോൺ മേടിക്കേണ്ടതെന്ന്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്